ആ ദിവസം വിലാപയാത്രയുടെ ആ ദിവസം നമ്മൾ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിലാണ് എല്ലാം കാണുന്നത്. കുട പോലും ഇല്ലാതെ ആൾക്കാർ വന്നിട്ട് ഇത് ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ടൊരു ഇമോഷൻ ഉണ്ടാക്കിയൊരു സീനാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന എന്താണോ ആംഗിൾ അതാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താ, അപ്പോൾ ഭയങ്കര രസമുള്ളൊരു വർക്കിംഗ് പ്രോസസ്സാണ്. ഓരോ ഫ്രെയിം അതിൻ്റെതായ ഡീറ്റെയിലോട് കൂടിയാണ് നമ്മൾ ചെയ്തത്. മോഹൻലാൽ ആ സമയത്തുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കണം, അതേപോലെ ഇരുത്തവും കൈകൊണ്ടുള്ള പിന്നെ ആക്ഷൻസും കാര്യങ്ങളും എന്തായിരിക്കണം, അതെല്ലാം റെഫറൻസും തരും. പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളും തരും. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വരച്ചതാണ് അത്. നടന വിസ്മയം മോഹൻലാൽ വീണ്ടും വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ഈ തവണ ഒരു പരസ്യ ചിത്രത്തിലൂടെയാണ്. തുടരും എന്ന സിനിമയിൽ തൻ്റെ എല്ലാവിധ ഗാംഭീര്യങ്ങളും പുറത്തെടുത്ത പരസ്യ സംവിധായകൻ പ്രകാശ് വർമ്മ, അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു പരസ്യത്തിലൂടെ മോഹൻലാൽ വീണ്ടും വിസ്മയിപ്പിക്കുന്നു. അതിലെ ഓരോ ഷോട്ടുകളും വരച്ച് തയ്യാറാക്കിയ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ആണ് എൻ്റെ കൂടെയുള്ളത്, ആരോഷ് തേവടത്തിൽ. ആ പരസ്യചിത്രം ഇറങ്ങി അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ അത് വൈറലായി. ആ ദിവസം തന്നെ അദ്ദേഹത്തെ വന്ന് കാണുന്നത് പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അതിന് ഒരുക്കങ്ങൾ നടത്തിയതാണ്. പക്ഷേ അതിനിടയിൽ വലിയൊരു നഷ്ടം നമുക്ക് സംഭവിച്ചു. നമ്മുടെ സമരനായകൻ, കേരളത്തിൻ്റെ എല്ലാമായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി. ആ സമയത്ത് മണിക്കൂറുകളോളം രാത്രിയും പകലും ഇല്ലാതെ നടന്ന ആലപ്പുഴയിലേക്ക് പോയ വിലാപയാത്രയുടെ പല തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അതിൽ നോക്കി അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഡൂഡിൽ മുനി എന്ന അപരനാമത്തിൽ, അദ്ദേഹത്തിൻ്റെ പേജിൻ്റെ പേരാണ് ഇൻസ്റ്റാഗ്രാമിലെ. എന്തായിരുന്നു അതിലേക്കുള്ള ഒരു ചിത്രം, അങ്ങനെ ഒരു രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ തോന്നിയത്? പിന്നെ ഒപ്പം ആരാണ് ഈ ഡൂഡിൽ മുനി? ഞാൻ ആദ്യം ഡൂഡിൽ മുനിയെ പറ്റി പറയാം. ഡൂഡിൽ മുനി എന്നുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു പേരാണ്. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വരയ്ക്കുന്ന പല ചിത്രങ്ങൾ, അതായത് ക്ലൈൻറ്റ് വർക്കുകളല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വരയ്ക്കുന്ന പല ചിത്രങ്ങളും, കൂടുതലും എൻ്റെ ലൈഫിൽ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന പല സബ്ജക്റ്റുകളായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ആണ് ഡൂഡിൽ മുനി. അപ്പം അതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അത്തരത്തിലുള്ളൊരു പേരിടാനുള്ളൊരു റീസൺ എന്താണ്. ഒരേ സമയം ഇംഗ്ലീഷും അതേപോലെ തന്നെ ഒരു ഡേസിയും ഉള്ളൊരു മിക്സിങ് ഭയങ്കര കൗതുകം ഉണ്ടാക്കും ആളുകളുടെ ഇടയിൽ. എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഡൂഡിൽ മുനി എന്നുള്ളൊരു പേര് എപ്പോഴും കുത്തി വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനി എന്നുള്ള രീതിയിലാണ്. അഭിനയശാസ്ത്രത്തിന്റെ പഴയൊരു പേരുണ്ടായിരുന്നു, പോൾ മുനി. അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ജഗദീഷ് ശ്രീകുമാറൊക്കെ ഒരു തവണ പറഞ്ഞിട്ട് അങ്ങനെ മുനിയും കൂടി ചേർത്തിട്ട്. ഓക്കെ, ഈ വി എസിന്റെ ചിത്രം ഇപ്പം വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും പോലെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി. അപ്പം ഞാനൊക്കെ കാർട്ടൂൺ വരച്ച് തുടങ്ങിയ കാലം മുതൽ, അതായത് ഒരു 5ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത്, ആ കാലത്ത് സ്കൂളുകളിൽ കാർട്ടൂൺ കോമ്പറ്റീഷനിൽ രാഷ്ട്രീയവും നമുക്ക് വരയ്ക്കാൻ പറ്റുമായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വി എസിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു വി എസിൻ്റെ കാർട്ടൂൺ വളരെ സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത്. അപ്പം അന്നു മുതലേ ഉള്ള ഒരു വ്യക്തിയാണ് മനസ്സിൽ. അപ്പം ആ ദിവസം വിലാപയാത്രയുടെ ആ ദിവസം നമ്മൾ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിലാണ് എല്ലാം കാണുന്നത്. അന്ന് പെയ്ത അത്രയും വലിയ മഴയത്ത് പോലും ആളുകൾ, അതെ അതെ. അപ്പം പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരും, കുട പോലും ഇല്ലാതെ ആൾക്കാർ വന്നിട്ട് ഇത് ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ടൊരു ഇമോഷൻ ഉണ്ടാക്കിയൊരു സീനാണ്. അപ്പോൾ അത് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഭയങ്കര ടോപ്പ് വ്യൂവിൽ അതിനെ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രഷ് സ്ട്രോക്കുകൾ മാത്രമേ ഉള്ളൂ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ. പക്ഷേ അതിൽ ഒരുപാട് ആളുകൾ കുടയൊക്കെ ചൂടി മഴയത്ത് നനഞ്ഞ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഒരു ചെറിയ സമയം കൊണ്ടാണോ തയ്യാറാക്കി? വളരെ ഒരു ഹാഫ് ആൻ അവർ എടുത്തുകൊണ്ട് ചെയ്ത ഒരു വർക്കായിരുന്നു. ഓക്കെ, നമുക്ക് വി എസിനെ അനുസ്മരിക്കാനും പറ്റി അതിലൂടെ. അപ്പം നമുക്ക് നമ്മുടെ പ്രധാന പോയിന്റിലേക്ക് കടക്കാം. അതായത് വിൻസ്മേരയുടെ പരസ്യചിത്രം വലിയ തരത്തിൽ അത് വിസ്മയിക്കപ്പെട്ടു. ചെറിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. പക്ഷെ ആ വിമർശനം എന്ന് പറയുന്നത് ഒരു സ്ത്രൈണ രീതിയിലേക്കുള്ളൊരു ഇതാണ്. പക്ഷേ ഞാൻ പറയുന്ന നേരം മോഹൻലാൽ നമ്മളെ വിസ്മയിപ്പിച്ചത് കമലതളത്തിലെ നന്ദഗോപൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഡാൻസ് പഠിച്ചിട്ടല്ല അദ്ദേഹം ചെയ്തത്.
ഷാജി അൻകാരുടെ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ എന്താ കുഞ്ഞിക്കുട്ടൻ അങ്ങനെ എന്താ പേര്. അപ്പം അത് കഥകളി പഠിച്ചിട്ടില്ല. ഇത് മറ്റൊരു ഏങ്കിളാണ്. അപ്പം താങ്കൾ ആ വരച്ചു കൊടുത്ത ചിത്രം അതിൻ്റെ ഒരു തുടക്കം എന്തായിരുന്നു? എങ്ങനെയാണ് അതിലേക്ക് കടക്കുന്നത്? ഓക്കെ, ആക്ച്വലി ആദ്യം തന്നെ നമുക്ക് പ്രകാശ് വർമ്മയെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. താങ്കളുടെ പ്രിയപ്പെട്ട അതെ, പ്രിയപ്പെട്ട, അതായത് കോളേജ് കാലം മുതലേ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രകാശ് വർമ്മ. അപ്പോൾ ആ കാലത്തൊക്കെ ക്ലാസ് മുറികളിൽ ഇരുന്നിട്ട് ഒരുപാട് സ്വപ്നം കാണുമായിരുന്നു. എനിക്ക് ഫ്യൂച്ചറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ക്ലാസ് റൂമുകളിൽ സാറന്മാർ ഇതേപോലെ അന്നത്തെ അഡ്വർടൈസിങ് ഏജൻസിയെ പറ്റിയും പ്രൊഡക്ഷൻ കമ്പനിയെ പറ്റിയും നിർവാണ ഫിലിംസ്, പ്രകാശ് വർമ്മ, ഹച്ച്, ആ സമയത്ത് ഹച്ച് പഗ്. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ദിവാസ്വപ്നം കാണും പുള്ളിയുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പം അങ്ങനെ മെനക്കെട്ടിരുന്ന് അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്താണ് അവസാനം ബാംഗ്ലൂർ ഞാൻ അവിടെ എത്തി. ഉഗിൽവിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഞാൻ നിർവാണയിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പം ഞാൻ പ്രകാശ് വർമ്മയുടെ കൂടെ ഒരു 9 വർഷത്തോളമായി. അദ്ദേഹത്തിൻ്റെ ഒരുവിധ എല്ലാ ആഡിന് വേണ്ടിയിട്ട് സ്റ്റോറി ബോർഡ് ചെയ്യുന്നത് ഞാനാണ്. ആക്ച്വലി അതിനു മുമ്പ് എനിക്ക് സ്റ്റോറി ബോർഡ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ് വരച്ചാണ് സ്റ്റോറി ബോർഡ് ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയതും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോ ഇൻപുട്ടും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രകാശ് വർമ്മയുടെ അടുത്തെത്തിയത്. ഒരുപാട് ആഡുകൾ ചെയ്തു. ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായ ഐഫോൺ, അതേപോലെ കൊക്കോകോള, നെറ്റ്ഫ്ലിക്സ്, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ ഒരുവിധം വലിയ വലിയ ബ്രാൻഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തു. അങ്ങനെയാണ് വിൻസ്മേര ലാസ്റ്റ് ടൈം ചെയ്തത്. അപ്പം ഏതൊരു സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മളോട് സ്റ്റോറി പറയും. സ്റ്റോറി പറയുന്ന സമയത്ത് സാറിൻ്റെ ഇൻപുട്ടുകൾ ഉണ്ടാവും. ആംഗിൾ ഏതാണ്, ഏത് രീതിയിലുള്ള ആക്ടേഴ്സിൻ്റെ ഏജ് എന്താണ്, അവരുടെ കോസ്റ്റ്യൂം എന്താണ്, എല്ലാം നമുക്കിങ്ങനെ ചിലതൊക്കെ ആക്ട് ചെയ്തെന്ന് നമുക്ക് കാണിക്കും. ചില ഫ്രെയിംസൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ആ ഒരു ബോഡി ലാംഗ്വേജ് പക്ക വേണം. അപ്പം ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അതേപോലെ ആക്ട് ചെയ്ത് കാണിക്കും. അതേപോലെ ആംഗിൾ ഏതാണെന്ന് എനിക്ക് ചില സമയത്തൊക്കെ മനസ്സിലാവില്ല. അപ്പം എന്നെ വിളിച്ചിട്ട് ഇതാ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന എന്താണോ ആംഗിൾ അതാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താ. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു വർക്കിംഗ് പ്രോസസ്സാണ്. അപ്പം ആ രീതിയിലാണ് ഇപ്പം വിൻസ്മേര ഏതൊരു ആഡ് വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കഥ പറഞ്ഞ് അതിൻ്റെ സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ വിവരിച്ച് അത് നമ്മൾ സ്ക്രിബിൾ ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി അങ്ങനെയാണ് ഓരോ ഫ്രെയിംസും വരയ്ക്കുന്നത്. ഈ സംസാരിക്കുന്ന സമയത്ത് എടാ ബെൻസെ ആ ഒരു രീതി തന്നെ മൂപ്പരെ സംസാരിക്കുന്ന രീതി മിതത്വമാണോ? മീൻസ് പലരും ചോദിക്കുന്നുണ്ട് ഈ ശബ്ദം കൊടുത്തത് അദ്ദേഹം തന്നെയാണ് നമുക്കറിയാം, പക്ഷെ പലർക്കും അറിയില്ല. പക്ഷെ സ്വകാര്യ ജീവിതത്തിൽ പ്രകാശ് വർമ്മയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. എന്താ വളരെ ചുരുക്കി? അതായത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ് പുള്ളിയുടെ. അപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. ചുമ്മാ ഭയങ്കര ഡള്ളായിട്ടിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് കിട്ടും. പല അടുത്ത വർക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പല ഇൻസ്പിറേഷനും എനിക്ക് അവിടെ നിന്നാണ് മിക്കവാറും കിട്ടാറ്. അതേപോലെ എൻ്റെ വർക്കിലുള്ള ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നു ചേരുന്ന ആ ഒരു എക്സ്ട്രാ ഒരു ഇതാണ് എൻ്റെ ഫ്രെയിമിലും കൂടെ കിട്ടുന്നത് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ. അപ്പം വളരെ നല്ലൊരു മനുഷ്യൻ. വളരെ സംസാരിക്കുന്നത് കൂടുതലും വർക്കിനെ പറ്റി ഒരു 10% സംസാരിക്കും. ബാക്കി കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ചെറിയ ചെറിയ ഫുഡിനെ പറ്റിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് സംസാരിക്കാറ്. അപ്പം ഞാൻ ആ സിനിമ കണ്ട സമയത്ത് അതിൽ ലാലേട്ടൻ്റെ തോളിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഡയലോഗ്, ശരിക്കും അത് കണ്ടപ്പോഴാണ് ആക്ച്വലി ഇതേപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പുറകിൽ ഇതേപോലെ തോളിൽ വന്നിരിക്കാന്ന്. ആ സമയത്ത് ഞാൻ ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യൻ. പക്ഷേ സിനിമയിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാനൊന്ന് കിടുങ്ങി, ദൈവം ഇതേ പ്രസിംഗ് തന്നെയായിരുന്നല്ലോ അന്ന് ഞാൻ സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോഴും. പക്ഷെ ഭയങ്കര രസമായിരുന്നു പുള്ളി ആക്ട് ചെയ്തത് അതിൽ. ആ ഒരു ജ്വല്ലറിയിൽ വരുന്നു, ലാല് അങ്ങോട്ട് വരുന്നു, അതിൻ്റെ മറ്റേതൊക്കെ വെറും കാഷ്വലായിട്ട്, വെറും ഒരു അതിഭാവത്തില്ലാത്ത രീതിയിലുള്ള ഷൂട്ടിങ്. മോഹൻലാൽ ഇറങ്ങിപ്പോകുന്ന രംഗം പോലും ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള കുറേ ആക്ഷൻസ് ഉണ്ട്. ഈ നമ്മുടെ എന്താ പറയണ്ടേ, സ്ത്രീകളൊക്കെ ഈ വൈരവും അല്ലെങ്കിൽ സ്വർണവും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം. അപ്പൊ ആ രീതിയിലാണ് അതിനെ വല്ലാതെ മറ്റൊരു ലോകത്തേക്ക് പോകാൻ. അപ്പൊ അതെത്ര ഫ്രെയിമുകളായിരുന്നു? അത് അവിടെയുള്ള വര എങ്ങനെയാ, എത്ര സമയം എടുത്തു, എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു രീതി വേണം. എനിക്ക് തോന്നുന്നത് 3-4 മാസം മുമ്പാണ് ഈ 4 മാസം മുമ്പാണ് ഇതിന്റെ ഹൃദയപൂർവ്വത്തിന്റെ സമയത്തൊക്കെയാന്ന് തോന്നുന്നു. ഓക്കെ,
ആ ഒരു മോഹൻലാൽ താടി കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരു മോഹൻലാലിന്റെ രൂപം, അതുവരെയും ഭയങ്കര തിക്കായിട്ടുള്ള താടിയൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സത്യനാന്തിക്കാടിന് വേണ്ടിയാന്ന് തോന്നുന്നത് അത് കുറച്ചത്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം വരച്ചുകൊണ്ടിരുന്നത് താടിയുള്ള ലാലേട്ടൻ തന്നെയായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ മാറ്റി വരയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഭയങ്കര ചാലഞ്ചിങ് ആണ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ, ഒരു സെലിബ്രിറ്റീനെ ഇതേപോലെ ഈ സ്റ്റോറി ബോർഡിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഒരേ സമയം നമ്മൾ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, അതേപോലെ തന്നെ അവരുടെ ക്യാരക്ടർ, ഫേസ് എല്ലാം നമ്മൾ മാച്ച് ചെയ്യണം. ഫേസ് മാച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് സ്റ്റോറി ബോർഡിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടാണ്. അപ്പോൾ അത് ഒരുപാട് ടൈം എടുത്തു ആ ഫേസ് ആക്കിയെടുക്കാനും അതേപോലെ തന്നെ എക്സ്പ്രഷൻ കൊണ്ടുവരാനൊക്കെ. അതായത് നമ്മൾ ഈ എക്സാക്റ്റ് ഈ സ്റ്റോറി ബോർഡിലെ എക്സ്പ്രഷൻ കൊണ്ടുവരണം. സാധാരണ സിനിമകളിലോ അതൊക്കെ എനിക്കറിയില്ല അത്രത്തോളം അവർ സ്റ്റോറി ബോർഡിന് ശ്രദ്ധിക്കുന്നു. പക്ഷേ പ്രകാശ് വർമ്മ സ്റ്റോറി ബോർഡിന് ഭയങ്കര ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം ആർട്ടിന് അത്രയും വാല്യൂ കൊടുക്കുന്നത്. അപ്പം ഈ ആഡ് പോലെ തന്നെ സ്റ്റോറി ബോർഡും ഒരു ആർട്ട് പീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. അപ്പം ഓരോ ഫ്രെയിം അതിൻ്റെതായ ഡീറ്റെയിലോട് കൂടിയാണ് നമ്മൾ ചെയ്തത്. മോഹൻലാൽ ആ സമയത്തുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കണം, അതേപോലെ ഇരുത്തവും കൈകൊണ്ടുള്ള പിന്നെ ആക്ഷൻസും കാര്യങ്ങൾ എന്തായിരിക്കണം, അതെല്ലാം റെഫറൻസും തരും. പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം തരും. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വരച്ചതാണ് അവർ. ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതായത് നമ്മൾ ഒന്നും കാണാതെ മൈൻഡിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നതാണ്. റെഫറൻസും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും നമ്മൾ വരയ്ക്കുന്ന ഒരു ഫ്രെയിം അതേപോലെ ഔട്ട്പുട്ട് വരുമെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു രസമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ആദ്യത്തെ കാഴ്ചക്കാരൻ താങ്കളാണ്. അതെ. അപ്പൊ അത് സാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളിൽ നിന്നാണെന്നുള്ള രീതിയാണ്. പിന്നെ സാറ് തന്നെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഇതൊരു റിഹേഴ്സൽ പോലെയാണ് സാറിന്. അതായത് ഇപ്പോൾ ഒരു 10 ദിവസത്തെ ഷൂട്ട് നമുക്ക് സ്റ്റോറി ബോർഡ് പക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസത്തെ കൊണ്ട് നമുക്ക് ഒതുക്കാം. അത്രയും നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാം ഈ സ്റ്റോറി ബോർഡിലൂടെ. ഈവൻ ഇപ്പം അന്ന് പറയണ്ടായിരുന്നു, ഇതിനു മുമ്പ് മാസയുടെ ഒരു ആഡ് ചെയ്യുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ ആയിരുന്നു അതിൽ ഡബിൾ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ വരച്ചു വരുമ്പോൾ ഒരു മാവിൻ്റെ മുകളിൽ ക്യാരക്ടർ അമിതാഭ് ബച്ചൻ കയറുമ്പോൾ നമ്മൾ ആദ്യം വരച്ചത് ആലോചിച്ചെടുത്തുമ്പോൾ അത്ര ഏജ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്ക് കയറാൻ പാടില്ല. അപ്പോൾ അത് സ്റ്റോറി ബോർഡിൽ നമ്മൾ തിരുത്തും. അല്ലെങ്കിൽ ആ സമയത്ത് അത് തിരുത്തുകയാണെങ്കിൽ ഒരുപാട് ടൈം പല ആൾക്കാരുടെയും നഷ്ടപ്പെടും. അപ്പോൾ സ്റ്റോറി ബോർഡിൽ നമ്മളെല്ലാം പക്കയാക്കിയിട്ടേ നമ്മൾ ഇതിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ നല്ലൊരു ടൈം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആഡ് എന്ത് ചുരുങ്ങിയ ഹ്രസ്വചിത്രമായാലും വലുതായാലും ഇന്നയാളാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞാലാണ് നമുക്കൊരു കോൺഫിഡൻസ് വരും. അത് വലിയ ഘടകമല്ലേ? കാരണം ആളുമാർക്ക് ഇതിൽ മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ വരേൻ്റെ സ്റ്റൈലും നമ്മൾ മാറ്റേണ്ടി വരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. ഓക്കെ, ഞാൻ നേരത്തെ കമലതളം പറഞ്ഞു, വാനപ്രസ്ഥം പറഞ്ഞു, അതിനുശേഷം ഇടിപ്പടങ്ങൾ, മീശ വിരിച്ചു, മോഹൻലാൽ രാജാവായി, നാട്ടുരാജാവായി, വലിയ താരമായി. പക്ഷേ ആ ഒരു മീശ വിരിക്കുന്ന മോഹൻലാലിൽ നിന്ന് ഈ ഒരു ഒരു സ്ത്രീയുടെ രൂപം കൂടി വരുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ കുറച്ച് ആളുകളെങ്കിലും അതിനെ വിമർശിച്ചു. അത് താങ്കൾ അത് ഉൾക്കൊണ്ടോ? എന്താ അതിന്റെ ശരിക്കും ഏത് തന്നെ വർക്ക് വന്നാലും 2 രീതിയിൽ അതിൽ കാണാം ആളുകൾക്ക്. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും മറ്റുള്ളവർ കാണുന്ന പോലെ ആയിരിക്കല്ല എന്റെ വ്യൂ. അപ്പൊ അത് സ്വാഭാവികമാണ് എപ്പോഴും. അപ്പൊ അത് കൂടുതലും 90%, 90% വന്നത് കയ്യടിയാണ്. പക്ഷേ ഞങ്ങളെ മുന്നിൽ താരമായിരുന്ന ലാലേട്ടൻ ഇങ്ങനെ വേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചത് സ്ത്രീകളാണ് കൂടുതൽ. ഇപ്പൊ ഏതൊരു വർക്ക് ഞാൻ ചെയ്തിടുമ്പോഴും അത് 50-50 എന്നുള്ള രീതിയിലാണ് ഞാൻ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. 50 പോസിറ്റീവ്, 50 നെഗറ്റീവ്. നെഗറ്റീവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും അയ്യോ അതെന്ത് പറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഏത് വർക്കുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നെഗറ്റീവ്. ഇത് എത്രാമത്തെ സ്റ്റോറി ബോർഡാ താങ്കളെ? പ്രകാശ് വർമ്മയുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ? പ്രകാശ് വർമ്മയുടെ കൂടാതെ നിർവ്വാണയിലുള്ള പിന്നെ കിഷോർ അയ്യർ, രാജീവ് റാവു, സ്വരൂപ് കുമാർ, ഒരു നിർവ്വാണം. പിന്നെ അതല്ലാതെ ശ്രീദേവ് ചന്ദ്രബാൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഇതുവരെ സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയ ഓർമ്മയൊന്നുമില്ല. ഒരു ഓർമ്മയില്ല. എത്ര വർഷമായി ഫീൽഡിൽ? 9 വർഷമായി. എന്താണ് അടുത്ത പ്രൊജക്ട്? എന്താ പ്രകാശ് വർമ്മ തന്നെയല്ലേ അടുത്ത സംവിധാനത്തിലേക്ക് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാംകോയുടെ ഒരു പ്രൊജക്ട്, സിമെന്റ്, രാംകോ സിമെന്റിന്റെ. അപ്പൊ അത് സ്റ്റോറി ബോർഡ് പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പം അതിന്റെ ഷൂട്ടിങ്ങിലോട്ടേക്ക് വെക്കുവാണ്. എന്തായിരുന്നു ഈ ചെറുപ്പത്തിൽ ചിത്ര താല്പര്യമായിരുന്നു? അതായത് ഞാൻ അന്വേഷിച്ചിടത്തോളം കേട്ടത് ഒരു മടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. വലിയ കാരണം ചിന്തിക്കുക എന്നുള്ളത് ഒരു മടീൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ചിന്തിക്കുക എന്നുള്ളത് എല്ലാവർക്കും എല്ലാ രീതിയിലാവില്ല. എങ്ങനെയാ ഫീൽഡിലേക്ക് വരുന്നത്? ഈ വരയും അക്കാഡമിക്കലാണോ പഠിച്ചതൊക്കെ? അതെ, ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. ജനിച്ചത് കോഴിക്കോട് കൂട്ടാലിട എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
പിന്നീട് പഠനത്തിന് വേണ്ടിയിട്ട് എറണാകുളം, അതിനുശേഷം പിന്നെ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രം സ്റ്റാർ കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ ടൂറിസവും ഒക്കെ ഡീൽ ചെയ്തുകൊണ്ട് പ്രകാശ് വർമ്മയുടെ വരുന്നതിന് മുമ്പേ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, സ്റ്റാർ കമ്മ്യൂണിക്കേഷനിൽ ഒരു 5 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരേക്ക് ONM ഒഗിൽവി ആൻഡ് മേത്തർ കൊണ്ടുള്ള അഡ്വർടൈസിങ് ഏജൻസിയിൽ വർക്ക് ചെയ്തു. ഒരു ആർട്ട് ഡയറക്ടറായിട്ട് 1 ഇയർ അവിടെ വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം കംപ്ലീറ്റ് അഡ്വർടൈസ്മെന്റ് ഫീൽഡ് വിട്ടിട്ട് കംപ്ലീറ്റ് ഇല്ലസ്ട്രേറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബാംഗ്ലൂർ ഒരു 6 വർഷത്തോളം ബാംഗ്ലൂർ വലിയ ഭാഗം അവിടെ തന്നെയാണ്. അതെ. അവിടെ നിന്നാണ് നിർവ്വാണയിലേക്ക് ഒരു കോൾ വരുന്നത്. അങ്ങനെയാണ് പ്രകാശ് വർമ്മയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛനാണ് ഫുൾ ഇതിനു വേണ്ടി പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ. 4ാം വയസ്സ് മുതലേ എന്നെ ഒരുവിധം എല്ലാ കോമ്പറ്റീഷനും പങ്കെടുപ്പിച്ചു. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ കോമ്പറ്റീഷന് പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം നാട്ടിൽ തന്നെയുള്ള വിഷ്ണു നമ്പൂതിരി മാഷിന്റെ കീഴിൽ ഒരു 7ാം ക്ലാസ് മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് +2 ശേഷം തൃപ്പൂണിത്തുറ RLV കോളേജിൽ BFAയും അതേപോലെ MFAയും അപ്ലൈഡ് ആർട്ടിൽ, വിഷ്വൽ അഡ്വർടൈസ്മെന്റ് തന്നെ അപ്ലൈഡ് ആർട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് അഡ്വർടൈസിങ് ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ കുടുംബം ഒരു മകളല്ലേ, മകളും വരയ്ക്കുന്ന എന്തൊക്കെയോ കണ്ടായിരുന്നു. അങ്ങനെ താല്പര്യമുള്ള ആണോ? അങ്ങനെയാ? എന്താ വെച്ചാൽ അവള് കാണാറ് ഞങ്ങൾ 2 പേരും ആർട്ടിസ്റ്റുമാരാണ്. ഫുൾ ടൈം ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് അവള് കാണുന്നത്. അപ്പൊ ആ ഒരു വൈഫും സെയിം ഫീൽഡ് തന്നെയാണ്. ഞാൻ അതേപോലെ അവളും രവിവർമ്മ കോളേജിലായിരുന്നു BFA കഴിഞ്ഞത്. സെയിം അഡ്വർടൈസിങ് ഫീൽഡ് തന്നെയാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചത്. താങ്ക് യു.